നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ കുട്ടികളാണ്. സ്വന്തം ചേച്ചിയും ചേട്ടനൊന്നുമല്ല കേട്ടോ, വലിയച്ഛൻ്റെ മക്കൾ, ചെറിയച്ഛൻ്റെ മക്കൾ, അങ്ങനെയുള്ളവരുടെ ഒക്കെ കുട്ടികളാണ് കേട്ടോ. ഒരു 6-7 കുട്ടികളുണ്ട്. ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കും. സ്കൂളിലത്തെ കാര്യം, ട്യൂഷൻ ക്ലാസ്സിലത്തെ കാര്യം, വീട്ടിലത്തെ കാര്യം, അടി കിട്ടുന്ന കാര്യം, ഇവരുടെ കുറുമ്പിൻ്റെ കാര്യം എല്ലാം അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, എത്ര നേരം വേണമെങ്കിലും ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിക്കും. ഈ പ്രവാസികൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിവിടുന്ന് നാട്ടിൽ പോയി ആൾക്കാരനൊക്കെ കണ്ടു തിരിച്ചു വന്നു, അടുത്ത തവണ പോകുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടുത്തെ ഇതിലുള്ള നമ്മൾ കണ്ട കുറേ മുഖങ്ങൾ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേലായുധൻ പറഞ്ഞിട്ടുള്ള ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേലായുധേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചു. ആൾക്ക് ഞാൻ 1-2 മിഠായിയൊക്കെ കൊടുത്തു. എല്ലാ തവണയും ആൾ എന്നെ കാണാൻ വരാറുണ്ട് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ അമ്മയോട് ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ അന്വേഷണം പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മ പറയുകയാണ് വേലായുധേട്ടൻ മരിച്ചു എന്നുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പോൾ നമ്മൾ വന്ന് കണ്ട് സംസാരിച്ചു, അടുത്ത തവണ പോകുമ്പോഴേക്കും ആളില്ല. ശരിക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.